ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും മൊബൈലിൽ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആളാണ് അല്ലേ. വളരെ സേഫായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം. നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്യാൻ പറ്റുന്ന പല പല ഓപ്ഷൻസ് നമുക്ക് ഗൂഗിൾ ക്രോമിലുണ്ട്. പക്ഷേ ഇത് പലർക്കും അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വളരെ ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടത് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈലിന്റെ ഹോം പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ ക്രോമിന്റെ ഐക്കൺ കാണുന്നുണ്ട് അല്ലേ. നമുക്ക് എന്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെർച്ച് എഞ്ചിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞിരിക്കുന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ കാര്യങ്ങൾ സെർച്ച് ചെയ്യുക. പക്ഷേ നമുക്ക് വളരെ സ്പീഡായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇത് പലർക്കും അറിയാത്തതാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കാണാം. ഇവിടെയാണ് നമ്മൾ സെർച്ച് വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഡെയിലി നമ്മൾ സെർച്ച് ചെയ്യുന്ന കുറേ വെബ്സൈറ്റുകളുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കി നോക്കാം, ബുക്ക് മൈ ഷോ. അതായത് നമ്മൾ അധികം ഫിലിം കാണാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബുക്ക് മൈ ഷോ എന്ന് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നീട് ഇവിടെ താഴെ നമുക്ക് വെബ്സൈറ്റ് കാണിക്കുന്നുണ്ട്. ആ വെബ്സൈറ്റിൽ ഒന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏതൊക്കെ ഫിലിംസ് ആണ് നമ്മളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള തിയേറ്ററുകളിൽ കളിക്കുന്നത് എന്നുള്ളത് കാണാം. ഇവിടെ നമുക്ക് മമ്മൂട്ടിയുടെ ഒരു ഫിലിം കാണിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ബുക്ക് ടിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഫിലിമിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. താഴെയാണ് നിങ്ങൾക്ക് കാണാം. ഇവിടെ നല്ല അടിപൊളി ഒരു ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് നമ്മൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ കയറുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സൈറ്റിൽ കയറുന്നതിന് പകരം നമുക്ക് ഇവിടെ ഒരു 3 ഡോട്ട്സ് കാണിക്കുന്നുണ്ട്. ആ 3 ഡോട്ട്സിലൊന്ന് താഴേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. ആഡ് ടു ഹോം സ്ക്രീൻ അവിടെ നമ്മളൊന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ബുക്ക് മൈ ഷോ എന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ഇത് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരേക്കാണ്. നമ്മൾ രണ്ടാമതായിട്ട് ഞാനിവിടെ അടുത്തൊരു വെബ്സൈറ്റ് നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് മമ്മൂട്ടിയുടെ വെബ്സൈറ്റ് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളൊന്ന് സെർച്ച് ചെയ്യാണ്. മമ്മൂട്ടി എന്നൊന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം മുഴുവനായിട്ട് മനസ്സിലാവുള്ളൂ. നമുക്കിവിടെ മമ്മൂട്ടിൻ്റെ വെബ്സൈറ്റിൽ നമ്മളൊന്ന് സെർച്ച് ചെയ്യാണ്. ഇവിടെ മമ്മൂട്ടി.com ഉണ്ട്. നമ്മളൊന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ നേരെ നമുക്ക് മമ്മൂട്ടിയുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മമ്മൂട്ടിയുടെ ഒരു ആരാധകനാണ്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെതാണെങ്കിൽ മോഹൻലാലിൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ അങ്ങനെ ഏത് വെബ്സൈറ്റാണ് നമ്മൾ ഡെയിലി സന്ദർശിക്കുന്നത്, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് ആ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെയും നമുക്ക് കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മമ്മൂട്ടി.com അവിടെ മമ്മൂട്ടി എന്ന് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ആഡ് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ആഡ് കൊടുക്കുക. നിങ്ങളുടെ ഫോണിൽ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഈ ആധാർ, പാൻ കാർഡ്, അതുപോലെ തന്നെ ആധാറിൻ്റെ സൈറ്റ് UIDAI എന്നുള്ള സൈറ്റ് ഉണ്ട്. നമ്മൾ അതൊന്ന് ടൈപ്പ് ചെയ്തു. അതും ഇതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ വെബ്സൈറ്റ് കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഏതാണോ സൈറ്റ് നോക്കുന്നത് വെച്ചാൽ അത് നോക്കുക. ഇവിടെ നമുക്ക് 3 ഡോട്ട്സ് കാണിക്കുന്നുണ്ട്. ആ 3 ഡോട്ട്സിൽ ഇതേമാതിരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ആഡ് ടു ഹോം സ്ക്രീൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് നമ്മൾ ഈ ഒരു പേരൊന്ന് മാറ്റി ആധാർ എന്നാക്കിയിട്ട് ഓക്കെ കൊടുക്കുക. ഇവിടെ നമ്മൾ താഴെ ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയാണ് നമുക്ക് കാണാൻ പോകുന്ന അടിപൊളി സെറ്റിംഗ്സിൻ്റെ കാര്യം. ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ മൊബൈലിൻ്റെ ഹോം സ്ക്രീനിൽ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 3 ഐക്കണായിട്ട്. അതായത് നമുക്കൊരു ഷോർട്ട് കട്ട് കീ പോലെ അല്ലെങ്കിൽ നമുക്ക് മൊബൈലിലൊരു ആപ്ലിക്കേഷൻ്റെ ലോഗോ പോലെ വന്നിട്ടുണ്ട്. നമുക്ക് ഗൂഗിൾ ക്രോമിലൊന്നും കയറേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് റെഗുലറായിട്ട് പോകുന്ന ഈ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ബുക്ക് മൈ ഷോയിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ, നേരിട്ട് ആ സൈറ്റിലേക്കാണ് കയറുന്നത്. ഇനി നമുക്ക് അടുത്ത സൈറ്റ് നമുക്ക് മമ്മൂട്ടീൻ്റെ സൈറ്റിലാണ് നമ്മൾ ഡെയിലി നോക്കണമെങ്കിൽ ഗൂഗിൾ ക്രോമിൽ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ മമ്മൂട്ടി എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത്ര സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കയറാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആധാറിൻ്റെ സൈറ്റ് ആണെങ്കിൽ നമുക്ക് ആധാറിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ആ ലോഗോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൽ കയറാതെ തന്നെ നേരിട്ട് അതിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈറ്റാണോ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്നത് അതിൻ്റെത് ഇതേപോലെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഏതാണോ വെബ്സൈറ്റ്, ഏത് വെബ്സൈറ്റുകളാണോ നിങ്ങൾ ഓരോ ആളുകളും ഓരോ ടൈപ്പിലുള്ള വെബ്സൈറ്റുകളായിരിക്കും താല്പര്യം ഉണ്ടാവുക. ഏത് വെബ്സൈറ്റ് ആണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ വെബ്സൈറ്റിൽ ഒന്ന് കയറിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഫോണിൽ ഉപയോഗിക്കുന്ന പോലെ സിമ്പിളായിട്ട് ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ സൈറ്റിലേക്ക് കയറാൻ പറ്റും. അതായത് നമുക്ക് ഡെയിലി കയറുന്ന സൈറ്റുകൾ ഇതേപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി. ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലുള്ള അടിപൊളി ടിപ്സുകളാണ് എല്ലാ ദിവസവും നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടത് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.